അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ഷൗഷിന്റെ കോമ്പറ്റീഷനായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞും കേൾക്കാതെ അവൾ ആ മത്സരത്തിൽ പങ്കെടുക്കും. അങ്ങനെ കോച്ചിന് ഈ സത്യം അറിഞ്ഞാലും അവൾ ആഗ്രഹപ്പെടുന്നുണ്ട് അവന് വേറെ എന്തെന്നറിയാതെ ഇവളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇവളും നല്ല പോയിന്റ്സ് എടുത്ത് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ഇവരെല്ലാരും കൂടെ ചിയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനത്തെ റൗണ്ടിൽ അവളും വിജയിച്ചതിന് ശേഷം അവൾക്ക് ചെറുതായിട്ട് കൈവേദന എടുക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ ഇവരുടെ ഫ്രണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ബോധം കെട്ട് അവിടെ തന്നെ വീണു പോകും. അതിനുശേഷം ഇവരെല്ലാം പേടിച്ച് അടുത്തേക്ക് ഓടി നിന്നിട്ട് അവളെ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ കുറെ സമയത്തിന് ശേഷം അവളും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ഇവളുടെ അടുത്ത് എനിക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. കാരണം ഇത്രയും സമയം ഇവൾക്ക് കൂട്ടിന് അവനാ കൂടെ നിന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അവൾ ഇപ്പോഴും ആ കൈനെ കുറിച്ച് അവനോട് പറയാതെ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ഇനിയിപ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് വരും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് ഇപ്പോൾ ഇവർ രണ്ടിനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴാണ് അവളെ ശൗഷ്യങ്ങാണ് പുറത്തിരുന്നോണ്ട് മൊത്തത്തിൽ വിഷമിച്ചിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഇവർ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പം അവളും കൈ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇനി തൊട്ട് അവൾക്ക് ജാവലിൻ ചെയ്യത്തില്ലെന്ന് മൊത്തത്തിൽ പൊട്ടിക്കരയും. അങ്ങനെ ഇവരായിരിക്കും അവളെ സമാധാനപ്പെടുത്തുന്നത്. പക്ഷെ ഇനി ഈ സത്യം എനിക്കൊന്നും അറിയേണ്ടെന്ന് അവൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊക്കെ അറിഞ്ഞ് അവൻ വീണ്ടും വിഷമിക്കും. ഇതേസമയം എനിക്കയുടെ അച്ഛനാണ് ഇവൻ അഡ്മിഷൻ കിട്ടിയ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എന്താ അവരോട് പറയത്തെന്ന് അച്ഛൻ ദേഷ്യപ്പെടും. പക്ഷെ അവന് വേറെ കോളേജിൽ പോകാനും താല്പര്യമില്ലെന്ന് അവന്റെ അച്ഛനോട് പറയുമ്പം ഇത് കേട്ട് അച്ഛനും ദേഷ്യത്തി നീ ആഗ്രഹിച്ച പോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ചേർത്തിട്ട് ഒരു നല്ല അവസരം കിട്ടിയപ്പോൾ പോകത്തില്ലെന്ന് അച്ഛൻ അവനോട് ചൂടാവും. അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് അമ്മയായിരിക്കും രണ്ടുപേരും സമാധാനപ്പെടുത്തുന്നത്. അങ്ങനെ ഇവർക്ക് ഇപ്പൊ അവധി ആയതുകൊണ്ട് എല്ലാവരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. അങ്ങനെ ഷൗഷിങ്ങും വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടാണ് അവന്റെ അമ്മ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അവൾ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ കഴിക്കാൻ ഫുഡ് എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ആ സമയം ആ ടേബിളിനകത്ത് ഇവന്റെ അഡ്മിഷൻ ഫോമൊക്കെ ഇവള് കാണും. അങ്ങനെ അതുകൊണ്ടതോടെ അവൾ വിചാരിക്കും അഡ്മിഷൻ കിട്ടിയിട്ട് കുറെ ദിവസമായിട്ടും ഇവൻ പോകാത്തത് ഇവള് കാരണമായിരിക്കുമെന്ന്. അതുകൊണ്ട് അവളും പെട്ടെന്ന് അവന്റെ അമ്മയോട് അത്യാവശ്യമായിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അമ്മയ്ക്കൊന്നും മനസ്സിലാവാതെ നീ എന്റെ ഫുഡ് കണ്ട് പേടിച്ച് ഓടിപ്പോയതായിരിക്കുമെന്ന് അവരാലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവള് പോയ അതേ സമയം തന്നെ എനിക്ക് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മയും ശൗഷ്യം വന്നിട്ട് പോയ കാര്യമൊക്കെ പറയും. പക്ഷെ അവൾ ധൃതിയായിട്ട് എവിടെ പോയെന്ന് അറിയത്തില്ലെന്ന് അമ്മയും പറയുമ്പോഴാണ് അവന് ഡൗട്ട് അടിക്കും ഇനി ഒരു അവൾ അഡ്മിഷൻ ഫോം കണ്ടിട്ട് എല്ലാ സത്യം മനസ്സിലാക്കിയെന്ന്. അതുകൊണ്ട് അവൻ അപ്പം തന്നെ അവളെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവൾ എവിടെ പോയെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ ഫോൺ വിളിച്ചു നോക്കിയാലും അവൾ ഫോൺ എടുക്കത്തുമില്ല. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ ടെൻഷനാകും. അതിനുശേഷം അവൻ ഇവള് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോഴാണ് അവൾ അവിടെ കാണും. അങ്ങനെ അതിനുശേഷം അവന് ടെൻഷനായിട്ട് ഇവൾ എന്തിനാ ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ അഡ്മിഷൻ ഫോം കണ്ട കാര്യമൊന്നും പറയാതെ അവളൊരു കസിൻ വിളിച്ചോണ്ട് പുറത്തേക്ക് വന്നെയാന്ന് ഇവനോട് കള്ളം പറയും. അതിനുശേഷം ശൗഷിങ് അവനോട് നാളെ ഒരു ഡേറ്റ് എന്ന് പറയുമ്പോഴാണ് അവൻ അതിന് സമ്മതിക്കും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം അവന് ശൗഷിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കോച്ചും വന്നിട്ട് ശൗഷിങ്ങിന് ഇനി ജാവലിൻ ത്രോൺ ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ ഇവൻ അറിഞ്ഞോന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ അറിയുന്നത് അവളുടെ കൈ ഫ്രാക്ചറായ കാര്യമൊക്കെ. അതിനുശേഷം ഇവരും ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ അവൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ ശൗഷിങ് ആണ് ഇതൊന്നും തന്നെ അവനോട് പറയാതെ അവൻ്റെ കൂടെ സന്തോഷത്തിൽ ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവരും കറങ്ങി തിരിഞ്ഞിട്ട് എനിക്കയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് മറ്റേ പാവക്കുട്ടി എടുത്തിട്ട് അതിനകത്ത് എന്തോ സംസാരിച്ച് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഷൗഷിന്റെ കൂട്ടുകാരിയും എനിക്ക് ഫോൺ വിളിച്ചിട്ട് ഷൗഷിങ് അവൻ്റെ കൂടെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഷൗഷിങ് ഇന്നലെ എപ്പോഴേ പോയെന്ന് അവളോട് പറയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഷൗഷിങ് ഇവിടെ ഇല്ലെന്ന്. അതോടെ ഇവരെല്ലാം ടെൻഷനായിട്ട് അവൾ ഹോസ്റ്റലിൽ ഇല്ല ക്ലാസ്സിലും വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയെന്ന് ഇവരാകെ ടെൻഷനാകും. അപ്പോഴാണ് അവിടേക്ക് യൂസ് ചെയ്യാൻ വന്നിട്ട് ഒരു ബോയ് ഫ്രണ്ടായിട്ട് അവൾ സുരക്ഷയായിട്ട് നോക്കാതെ ഇവൻ എന്തോ പണിയെന്ന് എനിക്കോട് ദേഷ്യപ്പെടും. അങ്ങനെ അതിനുശേഷം അവരിൽ അവനെ സമാധാനപ്പെടാൻ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ഓരോ വഴിക്ക് ഷൗഷിങ് അവിടെ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ആ പാവക്കുട്ടിക്കകത്ത് റെക്കോർഡ് ചെയ്തെല്ലാം ഇവൻ കേൾക്കും. അപ്പോഴാണ് അവൾ അതിനകത്ത് പതിഞ്ഞേക്കുന്നത് ഇവൻ അഡ്മിഷൻ ഫോം കിട്ടിയിട്ടും ഇവൻ അവിടേക്ക് പോകാത്ത കാരണം ഒരു ശിവള് കാരണമായിരിക്കുമെന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാന്ന് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അവന് ആശ്വാസം വരുന്നത്. അതിനുശേഷം ഇപ്പൊ നമ്മളെ ശൗഷിനെ കാണിക്കുക. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ജാവലിൻ ത്രോ അല്ലാതെ ഇവൾക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫ്രീ സമയത്ത് അവളുടെ അച്ഛന്റെ ബാക്കറിൽ ചെന്ന് സഹായിക്കുന്നതും പിന്നെ അവളുടെ അച്ഛന്റെ ഡ്രീം എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അവൾ കുറെ ഇങ്ങനെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അച്ഛനും അവളുടെ അമ്മ കാരണമാ ഈ ബേക്കറി തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് അച്ഛന്റെ പഴയ സ്റ്റോറീസ് ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവളും ടച്ചായി ഇതേപോലെ ഒരു ഡ്രീം അവളും കണ്ടെത്തണമെന്ന് ഗൂഗിളിലൊക്കെ കുറെ തപ്പി നോക്കും. അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോകുമ്പോഴാണ് ഇവള് ബേക്കറി ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അവിടെ എനിക്ക് ഇവളെ കാണാൻ വേണ്ടി വരും. അങ്ങനെ അവനും പെട്ടെന്ന് അവളെ ഹഗ് ചെയ്തിട്ട് ഇവനോട് നേരിട്ട് പറയാതെ എന്തിനാ അവൾ ഇവിടേക്ക് വന്നെന്ന് അവ സ്നേഹത്തിൽ കുറെ അവളെ വഴക്കുറയും. അതിനുശേഷം ഇവൻ ആദ്യം അവളെ പ്രപ്പോസ് ചെയ്തിട്ടും അതിന് ഇതുവരെ ഇവള് റിപ്ലൈ എന്നില്ലെന്ന് പറയുമ്പോഴാണ് ഇവള് എപ്പോഴായിരിക്കും പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അന്ന് ആ ബുക്കിനകത്ത് എഴുതി വെച്ച കാര്യമൊക്കെ ഇവളോട് പറയും. അതിനുശേഷമായിരിക്കും അവൾക്ക് മനസ്സിലാവുന്ന ആ ബുക്കിനകത്ത് ലവ് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നെന്ന്. അത് അന്ന് അവൾ കണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിൽ എന്നേ സെറ്റ് ആയേനെ. അങ്ങനെ അതുകൊണ്ട് അത് കാണാത്തതിന് അവനോട് സോറി വെച്ചിട്ട് അവൾ അവനെ കിസ് ചെയ്യും. അതിനുശേഷം എനിക്കും അവളുടെ വീട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. കാരണം അവളുടെ അച്ഛൻ ബിസിനസ്സുകാരായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയേക്കുക. അതേസമയം യൂഷ്യം വർക്കൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരും വിളിച്ചുകൊണ്ട് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവർ ഒരുമിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് യൂഷ്യാണ് ഇതിനു മുമ്പ് ഇവൻ വേറെ പെണ്ണുങ്ങളായിട്ട് കറങ്ങിയ കാര്യമൊക്കെ ഇവൾക്ക് അറിയാന്നുണ്ട്. ഇനി മുതൽ ആ പഴയതൊക്കെ മറന്നിട്ട്
ഇവന്റെ നല്ല മെമ്മറീസ് മാത്രം ഓർമ്മ വെച്ചാൽ മതിയെന്ന് ഇന്നത്തെ ദിവസം ഫുൾ അവളോട് കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ചെറുക്കൻ ഇപ്പൊ ഡീസന്റ് ആയി, അവൻ ഇവളോട് ചെറിയ ക്രഷ് ഉള്ള പോലെ തോന്നുന്നു. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷൗഷിങ്ങിന്റെ ബർത്ത്ഡേ. അങ്ങനെ ഇവരെല്ലാരും കൂടെ അവൾക്കൊരു പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾക്കൊരു സർപ്രൈസ് ചെയ്യും. അങ്ങനെ ടങ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ചെയിനൊക്കെ പ്രസന്റ് ചെയ്യും. കാരണം ഇവളുടെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റി കൊടുത്ത ഷൗഷിങ്. അതുകൊണ്ട് ഇനി തൊട്ട് നമ്മൾ എനിമീസ് ഒന്നുമല്ല, കട്ട ഫ്രണ്ട്സ് ആണ്. അവർ രണ്ടുപേരും കൂടെ ചങ്സ് ആവും. അങ്ങനെ ഇതൊക്കെ എനിക്കും കണ്ട് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവസാന പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അവൻ വാങ്ങിച്ച ഗിഫ്റ്റ് അവൾക്ക് പ്രസന്റ് ചെയ്യും. അങ്ങനെ ഇവരുടെ ഒരു കപ്പിൾ ഡ്രസ് ഒക്കെ ഇട്ട് ആ ബർത്ത്ഡേ ഫുൾ അവള് എനിക്കോട് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ കൂട്ടുകാരനാണ് ആ കോച്ചിന് ഇഷ്ടപ്പെട്ടതുണ്ട്, അവരെ ഞാൻ ഇന്ന് എന്തായാലും പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന് കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളോട് കുറെ ധൈര്യത്തിൽ പറഞ്ഞിട്ട് നേരിട്ട് കോച്ചിനെ കാണാൻ പോകുമ്പോഴാണ് അവിടുത്തെ മളിയുടെ ധൈര്യം മൊത്തത്തിൽ അങ്ങ് പോകും. അങ്ങനെ അവിടെ ഒരു കോച്ച് ഇവളായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിടിച്ച് തള്ളിയിടുമ്പോഴാണ് പിന്നായിരിക്കും ഇവന് മനസ്സിലാവുന്ന അദ്ദേഹം ഇവളെ ശല്യപ്പെടുത്തതല്ല, ഇവളുടെ സീനിയർ കോച്ചാതെന്ന്. അതിനുശേഷം അവനും അതിനൊക്കെ മാപ്പി ഇവളോട് പറഞ്ഞിട്ട് നേരെ പറയാമെന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയും, അവൻ അവൾ ഇഷ്ടമാണ്. ഇത് കേട്ട് അവളും തിരിച്ച് മറുപടി പറയാൻ വരുമ്പോഴാണ് പെട്ടെന്ന് അവനും മറുപടിയൊക്കെ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഇവിടെ എൻ കെ ആവശ്യം കാണാൻ അവരുടെ ഒരു കപ്പിൾസ് ആയതുകൊണ്ട് അവളും കുറെ സമയം എൻ കെയുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും. അങ്ങനെ ഇവരുടെ അവരുടെ സമയമൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷോക്കായിട്ട് എൻ കെയുടെ വീട്ടിലേക്ക് ഷൗഷിന്റെ അച്ഛൻ വന്ന് നിൽക്കും. അതോടെ ഇവളും പേടിച്ചിട്ട് പോയി ഒളിഞ്ഞിരിക്കുമ്പോഴാണ് എൻ കെയും പതിയെ വന്ന് ഡോർ തുറന്നിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ എന്തോ കാര്യം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഷൗഷിങ്ങിന്റെ അച്ഛനും നീയല്ല എന്റെ മകളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിഷയത്തിലേക്ക് വരും. ഷൗഷിങ് ഇപ്പൊ എവിടെയാണ്, കാരണം കോളേജ് മൊത്തത്തിൽ പാട്ടായതുകൊണ്ട് അച്ഛൻ ഇപ്പൊ എല്ലാ സത്യം അറിഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് എനിക്കും ഷൗഷിങ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് മറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് മോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവ രണ്ടുപേരും വിളിച്ചിരിച്ച് സംസാരിക്കും. അങ്ങനെ ഷൗഷിങ് എനിക്ക് അത്ര മോശമായി ഭയന്നുന്നില്ലെന്ന് അവനെ കുറെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അച്ഛനാണ് മൈൻഡ് ഒന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ അതിനുശേഷം ഷൗഷിങ്ങിന് ഇവന് ഇഷ്ടമായതുകൊണ്ട് അച്ഛന് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പാചകമൊക്കെ ചെയ്യാൻ അറിയാവുന്ന എനിക്കോട് ചോദിക്കുമ്പോഴാണ് അവൻ അപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവിടെ ഷൗഷിങ് ആണ് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. അന്ന് ഇവ ഉണ്ടാക്കി തന്ന ഫുഡ് തന്നപ്പോൾ തന്നെ ഇവൾക്ക് മൊത്തത്തിൽ വയറിളക്കമായിരുന്നു. അങ്ങനെ ഇവനിപ്പോൾ ഉണ്ടാക്കി തന്ന ഫുഡ് അച്ഛന് ടേസ്റ്റ് ചെയ്തോടെ അച്ഛന്റെ ബോധം മൊത്തത്തിൽ അങ്ങ് പോകും. ആവശ്യമില്ലാതെ ഇവനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിച്ചെന്ന്. അങ്ങനെ കുറെ സമയം ഇവർ സംസാരിച്ചിരുന്നിട്ട് അച്ഛന് എനിക്കയെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടി അവൻ്റെ പുറത്ത് കറങ്ങാനൊക്കെ പോകും. അങ്ങനെ എനിക്കയുടെ സംസാര രീതിയും പിന്നെ അവന്റെ ശൈലിയൊക്കെ കണ്ട് അച്ഛനെ ഇവനെ കുറെ ഇഷ്ടപ്പെടും. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെ അതിനുശേഷം എനിക്ക് അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അച്ഛനാണ് ഇവനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാത്ത കാരണമൊക്കെ മോളിനോടുള്ള സ്നേഹം അറിയും. കാരണം ഇവന്റെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ അദ്ദേഹത്തിന് ആശ്വാസപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് നല്ല വ്യക്തിയെന്ന് അറിഞ്ഞ ഉടനെ അച്ഛൻ ഇവർക്ക് സമ്മതം കൊടുക്കും. അങ്ങനെ അതേസമയം അച്ഛന് ഷൗഷിന് ലെറ്റർ എഴുതി വെച്ചേക്കുമ്പോഴാണ് അതിനകത്ത് അച്ഛൻ ഇമോഷണലായിട്ട് ഇവളെ കുറിച്ച് കുറെ ഇങ്ങനെ സ്നേഹത്തെ എഴുതി വെച്ചേക്കും. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അവൾ എയർപോർട്ടിൽ നിന്ന് അവളുടെ അച്ഛനെ ഹഗ് ചെയ്യുമ്പോഴാണ് അച്ഛനെ രണ്ടുപേർക്ക് സമ്മതം കൊടുത്ത് സന്തോഷത്തിലായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഷൗഷിന്റെ വീട്ടിൽ ഓക്കെ ആയതോടെ ഇനി എൻകെയുടെ വീട്ടിലും കൂടെ ഉള്ളു ഓക്കെ ആകാൻ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെന്ന് ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോഴാണ് എൻകെയുടെ അമ്മയെ കുറിച്ച് പറയേണ്ട, അവർക്ക് ഷൗഷിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഓക്കെയാ. എന്നിട്ട് ഇവിടെ എൻകെയുടെ അച്ഛനും ഷൗഷിങ്ങായിട്ട് സംസാരിച്ച് നോക്കുമ്പോഴാണ് അച്ഛനും ഷൗഷിനെ കുറെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇവർക്കും ഇവർ ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ രണ്ട് ഫാമിലി ഓക്കെ ആയതോടെ ഇവര് ഹാപ്പി ആകും. അതിനുശേഷം ടങ് ഷൗഷിന്റെ കൈ പോയ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവൾ ആശ്വാസപ്പെടുത്താൻ വേണ്ടി നേരിട്ട് വിളിക്കും. അങ്ങനെ ഇവളിപ്പോൾ ഒറ്റയ്ക്ക് പിയാനോ വയ്ക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് ഷൗഷിങ്ങാന്ന് അറിയും. അതുകൊണ്ട് അവൾ തിരിച്ചെന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ഒരേശം ഇനി അവൾക്ക് റൈറ്റ് ഹാൻഡ് ജാവലിൻ ത്രോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൾ ആ ഡ്രീം നിർത്തിക്കളയാതെ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് അവളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ഷൗഷിന് ചെറുതായിട്ട് കോൺഫിഡൻസ് വരും. അവൾ പറഞ്ഞ പോലെ വലുതായി പോയെങ്കിൽ ലെഫ്റ്റ് ഹാൻഡും കൂടെ ട്രൈ ചെയ്യാന്ന്. അങ്ങനെ ആദ്യമൊക്കെ അവൾ കുറച്ച് കഷ്ടമായിരിക്കും, കാരണം അവൾക്ക് റൈറ്റ് ഹാൻഡ് എന്നല്ല വാക്കുള്ളത്. പക്ഷെ എന്നാലും അവൾക്ക് സ്കിൽസ് ഒക്കെ കുറെ അറിയാവുന്നുണ്ട്. അവൾ പ്രാക്ടീസ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡിൽ നല്ലോണം ജാവലിൻ ത്രോ ചെയ്യാൻ പഠിക്കും. ഇതേസമയം കോച്ചാണ് അവിടെയൊക്കെ ഷൗഷിങ് ഇരിക്കുന്നുണ്ട്. അടുത്തേക്ക് വരുമ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളെ കണ്ട് നാണിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഷൗഷിങ് എനിക്കും കൂടെ ഒരുമിച്ചിരുന്ന് വീട്ടിൽ നിന്ന് സിനിമ കാണുമ്പോഴാണ് അവൾക്കാണ് ഹൊറർ സിനിമ കാണുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ എനിക്ക് പിടിച്ചെടുത്ത് കാണുമ്പം ഇവൾക്ക് വേണ്ടി അവൻ കണ്ണാടിയൊക്കെ വെച്ച് സിനിമ കാണുന്ന പോലെ ചുമ്മാ ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും ഇതിനും ഭേദം നീ പോയിരുന്ന് പിയാനോ വായിക്കുന്നതാണ് അവനെ പറഞ്ഞു വിടാൻ നോക്കും. കാരണം കണ്ണാടി ഇട്ട അളിയാൻ കണ്ണടച്ചിരിക്കുന്ന ആർക്കും അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടെ ജിമ്മി വെച്ച് കൂട്ടുകാരനെ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നീ പ്രൊപ്പോസ് ചെയ്തതിന്റെ മറുപടി ഇപ്പൊ പറയാന്ന് പറഞ്ഞ് കോച്ച് അവിടേക്ക് വരും. ഇത് കണ്ടതോടെ അവനും പേടിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് മറുപടി പറയേണ്ടെന്ന് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. കാരണം അവനൊരു പേടിയുണ്ട്, ഇനി റിജക്റ്റ് എല്ലാം ചെയ്ത അവനെ സഹിക്കാൻ പറ്റത്തില്ലെന്ന്. അതേസമയം ഇവിടെ കൂട്ടുകാരിയാണ് സ്റ്റുഡിയോ വെച്ച് യൂഷയോട് പറയും അവൾ ജോലിയിൽ നിന്ന് റിസൈൻ ആകാൻ പോവാന്ന്. ഇത് കേട്ടതോടെ അവന് തമാശയായിട്ട് എടുത്തിട്ട് വേണേ കുറച്ച് ശമ്പളം കൂട്ടിത്തരാന്ന് അവളോട് തമാശക്ക് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ സീരിയസ് ആയിട്ട് അവൾ വിദേശത്ത് വേറൊരു ജോലി 1-2 വർഷം നോക്കാൻ പോകാന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ അവന് ഷോക്കായിട്ട് അപ്പൊ ഇനി അവളെ 1-2 വർഷം കാണത്തില്ലെന്ന് അവന് പെട്ടെന്ന് അപ്സെറ്റ് ആകും. അതിനുശേഷം അടുത്ത ദിവസം അവൾ എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ യൂഷയാണ് അവസാനം വരെ അവളെ കാണാൻ വേണ്ടി അവിടെ കരുത്തില്ല. അങ്ങനെ ഇവെല്ലാം ഫ്ലൈറ്റിന് സമയം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുമ്പോഴാണ് ഇവരൊക്കെ പോയതിനു ശേഷമായിരിക്കും യൂഷ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവനെ കണ്ടതോടെ അവൾക്ക് സന്തോഷമാകും. അപ്പോഴാണ് അവനും 1-2 വർഷത്തിനുള്ളിൽ നീ വരത്തില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായി ഇവനിപ്പോൾ അവളോട് സ്നേഹം ഉണ്ടെന്ന്. അതുകൊണ്ട് അവളും പോകുന്നതിന് മുമ്പ് അടുത്തേക്ക്
വന്ന് അവനെ ലൈറ്റായിട്ട് കിസ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവള് പോയപ്പോഴാണ് അവനത് കൂടുതൽ ഹേർട്ടാവുന്നത്. അങ്ങനെ അവൾ പോയതിനു ശേഷം സ്റ്റുഡിയോ വെച്ച് അവളുടെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അവളും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം എന്തായാലും കഴിക്കാൻ സ്നാക്സ് വാങ്ങിച്ചോണ്ടിരുന്നേന്ന് കൂട്ടുകാരൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഞാൻ പഠിക്കാനേ പോയ നിനക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നില്ലെന്ന് അവനെ തിരിച്ച് കളിയാക്കും. അപ്പോഴാണ് ഇവര് പെട്ടെന്ന് യൂഷയുടെ ഫോൺ കൊടുത്തിട്ട് പഠിത്തത്തിലും ഡൗട്ട് ഉണ്ട് യൂഷയോട് ചോദിച്ചോളം പറയും. അങ്ങനെ അവനെ കണ്ടതോടെ അവളും ഫ്രീ സമയത്ത് ഡൗട്ട് വയ്ക്കാന്ന് പറഞ്ഞ് കുറച്ച് ഷൈ ആയിട്ട് പറയുമ്പോഴാണ് യൂഷയാണ് സന്തോഷത്തി ഞാൻ എപ്പോഴും ഫ്രീയാ അവൻ്റെ എപ്പം വേണമെങ്കിലും വിളിച്ചു വന്ന് അവര് സംസാരിച്ചോട്ടെന്ന് പറഞ്ഞ് ആ ഫോണാൻ കൊടുക്കും. ഇതേസമയം കൂട്ടുകാരനും അവന്റെ ജിമ്മിലുള്ള എല്ലാവരും വിളിച്ചോണ്ടായിരിക്കും പുറത്തേക്ക് വന്ന്. അങ്ങനെ കോച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോച്ചിനോട് ചെന്നിരിക്കാന്ന് നൈസിന് അടുത്തേക്ക് ചെന്നിരിക്കും. അങ്ങനെ അവർക്ക് ഇവനോട് ക്രഷ് ഉണ്ടെന്നാ തോന്നുന്നത്. ഇവൻ അടുത്തേക്ക് വന്നിരുന്ന ഉടനെ അവർ ചെറുതായിട്ട് ഷൈ ആകും. അതിനുശേഷം അവന് കോച്ച് വെയിറ്റ് വെച്ചെന്ന് പറയുമ്പോഴാണ് അവർ ഷോക്കായിട്ട് എനിക്ക് അത്രയും വെയിറ്റ് ഒന്നും ആയില്ലെന്ന് അവനോട് തിരിച്ചു പറയും. അപ്പോഴാണ് അളിയൻ പിക്കപ്പ് ലൈൻ അടിക്കുന്നത് എന്റെ ഹൃദയത്തിൽ കോച്ച് ഉള്ളതുകൊണ്ട് ഇപ്പൊ അവന് ചെറുത് വെയിറ്റ് കൂടിയെന്ന്. അങ്ങനെ ഇത് കേട്ടതോടെ അവർക്ക് ചിരി വരും. അങ്ങനെ ഇവരായിട്ട് സംസാരിച്ചിട്ട് അന്ന് രാത്രി NK ശൗശം കൂടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് അവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കും. ഇതൊക്കെ അവൾ സന്തോഷത്തിൽ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ ലൈഫ് ടൈം ഞാൻ കൂടെ കാണുമെന്ന് അവനും പറയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവും ഇതൊരു പ്രൊപ്പോസൽ ആണെന്ന്. അതോടെ അവൾ സന്തോഷത്തിൽ ഇത് മാരേജ് പ്രൊപ്പോസൽ ആണെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് NK പെട്ടെന്ന് ഷോക്കായിട്ട് ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ വന്ന കാര്യമൊക്കെ എങ്ങനെ ഇവൾക്ക് മനസ്സിലാവും ചോദിക്കും. പക്ഷെ ഇപ്പൊ അവന്റെ റിംഗ് ഇല്ല, അതുകൊണ്ട് അവന് നല്ല ചാൻസ് മിസ് ചെയ്യുന്ന പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്തായാലൊക്കെ എടുത്ത് റിംഗ് ആക്കി അവനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് NKയും മിഠായിന്റെ കവർ എടുത്തിട്ട് അത് ചുരുട്ടി കൂട്ടി ഒരു റിംഗ് ആക്കും. അതിനുശേഷം അവളെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് അവിടെ ഉള്ളവരേക്കും പ്രൊപ്പോസ് ചെയ്യുന്നിട്ട് ആ ചെറുക്കനെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അവള് സമ്മതിച്ച് ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഫോട്ടോഗ്രാഫറിന് വേണ്ടിയൊക്കെ ഒരു എക്സിബിഷൻ നടക്കും. അങ്ങനെ യൂഷ്യ അതിന് കൂട്ടുകാരി എടുത്ത ഫോട്ടോസ് ഒക്കെ ആയിരിക്കും ആ എക്സിബിഷന് കൊടുത്തയച്ച്. അങ്ങനെ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഒരു ബെങ്കോച്ചിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവൻ അടുത്തേക്ക് ചെന്ന് ഇവളെപ്പോഴാ നാട്ടിലേക്ക് വന്നതെന്ന് കൂട്ടുകാരോട് ചോദിക്കും. കാരണം അവൾ പെട്ടെന്ന് തന്നെ കോഴ്സ് എല്ലാം തീർത്തിട്ട് അവൾ തിരിച്ച് നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഇതൊക്കെ അവനോട് പറഞ്ഞിട്ട് അവൾക്കൊരു ഡോക്യുമെന്ററി എടുക്കാൻ സഹായം വേണമെന്ന് പറയുമ്പോഴാണ് യൂഷ്യം ബാക്കി എല്ലാവരെയും വിളിച്ച് ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി അവരുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ കൂട്ടുകാർ അവരെല്ലാം ചോദ്യം ചെയ്യുമ്പോഴാണ് ഷൗഷിങ് NKയും കൂടെ അവരുടെ ലവിനെ കുറിച്ച് പറയും. അതേസമയം യൂഷ്യയോട് ചോദിക്കുമ്പോൾ അവന്റെ പാസ്റ്റ് ലവിനെ കുറിച്ച് ചോദിക്കുവാണ് അതൊക്കെ ജസ്റ്റ് ഒരു ദിവസം മാത്രമേ നിലനിന്നോളൂ പറയും. പക്ഷെ ഇപ്പൊ ഒരു പുതിയ വ്യക്തി എന്ന് പറഞ്ഞ ഉടനെ കൂട്ടുകാരി ഇവന്റെ ചോദ്യം മതിയായി എന്ന് പറഞ്ഞ് ഷൗഷിന്റെ കൂട്ടുകാരനോട് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവന് NK വിളിച്ചിരുത്തി ഇടയ്ക്കിടയ്ക്ക് ജിമ്മി വന്ന് ഇവനെ വായി നോക്കാറുണ്ടെന്ന് NK പറയുമ്പോഴാണ് ഇത് കേട്ട് NK ഷോക്കായിട്ട് അതൊക്കെ നീ കുറെ ആലോചിച്ച് വിടുന്നുണ്ട് നിനക്ക് തോന്നിയതാന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കും. കാരണം NK ജിമ്മിൽ പോകാൻ കാരണം തന്നെ ഷൗഷങ്ങ അവന്റെ ആവശ്യമില്ലാതൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും. അങ്ങനെ അവസാനം ഈ ഡോക്യുമെന്ററിക്ക് കൂട്ടുകാരും ഫസ്റ്റ് റൊമാൻസ് എന്ന് പറഞ്ഞ് അതിന് പേരെടുക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഡ്രാമ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ട്, അതെല്ലാം മിക്സ് ചെയ്താണ് ഈ എപ്പിസോഡ് നമ്മൾ കണ്ടത്. സോ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്ത് താഴെ കമന്റിൽ പറയുക നിങ്ങൾക്ക് ഇതിനകത്ത് ഫേവററ്റ് ആരാണ്. എനിക്കിതിനകത്ത് ആദ്യം ടങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവസാനത്തെപ്പോൾ എല്ലാവരും പോലെ ടങ് ഫേവററ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറി. പിന്നെ എല്ലാവർക്കും ഒരു ലൈൻ സെറ്റായി. അതുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ്ങോടെ നമ്മുടെ ഡ്രാമ ഇവിടെ തീർന്നു. ഇനി ക്വീൻ ഓഫ് TRC നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.